ഏതെങ്കിലും ഒരാൾ അല്ലാഹുവേ നിറഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ പവിത്രമായ വ്യാഴാഴ്ച ഒരാൾ ദുആ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, അവൻ പോലും അറിയാതെ അവന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കുകയാണ്. പെങ്ങളെ കടങ്ങൾ കൊണ്ട് വലയുന്നവരാണ്, വീട് ജപ്തിയായി പോവുകയാണ്, വല്ലാത്ത പ്രയാസത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ എന്റെ ഉമ്മ ഈ വ്യാഴാഴ്ചയിൽ നല്ല മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ അല്ലാഹുവിലേക്കെന്ന് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ദുആ ചെയ്യുമോ? എന്നാ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരില്ല, നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരില്ല, നിങ്ങളെപ്പോലെ ഇസ്സത്തുള്ളവരില്ല. കാരണം എന്താ? അല്ലാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലേക്ക് സ്വഹാബത്ത് കടന്നു വരുമായിരുന്നു. അതുകൊണ്ടവര് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ദുആ ചെയ്യും. അല്ലാഹ്, ഇന്ന് പവിത്രമായ ഒരു ദിവസമാണ്, വ്യാഴാഴ്ചയാണ്, പവിത്രമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ചയാ. നല്ല നീയത്തോടെ ഞങ്ങളെ കരങ്ങൾ ഉയർത്തിയാൽ ഞങ്ങളെ കൈകളെ തട്ടല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്ന സ്വഹാബത്തിനെ അറിയാ. പിന്നെന്തിനാണ് മുഅ്മിനെ നമ്മൾ ഇങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ കടന്നു വരാൻ, അല്ലാഹുവേ, ജീവിതത്തിലെ സങ്കടങ്ങൾ മാറിയിട്ട് സന്തോഷം കടന്നു വരാൻ പടച്ച റബ്ബേ നല്ലൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് പവിത്രമാക്കപ്പെട്ട വ്യാഴാഴ്ചയാണ്. ജീവിതത്തിൽ ദുആ ചെയ്യാനും സങ്കടങ്ങൾ അല്ലാഹുവിലേക്ക് പറയുവാനും ഇത്ര ഒരു നല്ല സമയം മറ്റൊന്നുമില്ല. ഇത്ര ഒരു പോരിഷിയാക്കപ്പെട്ട ഒരു ദിവസം മറ്റൊന്നുമില്ല. ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നിറഞ്ഞു കിട്ടാൻ പോവുകയാണ്. അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരല്ലേ, അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരല്ലേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ സങ്കടമായാലും വിഷമമായാലും ദുഃഖമായാലും എല്ലാം അല്ലാഹുവിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന, അവന്റെ കണ്ണീര് മാറുന്ന കോലത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുന്ന വളരെ പോരിശയേറിയ ഒരു ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ആ പവിത്രമായ വ്യാഴാഴ്ചയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുമ്പിലേക്ക് അവന്റെ രണ്ട് കരങ്ങൾ നീട്ടിക്കൊണ്ട് അവൻ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രയാസങ്ങളും അവന്റെ സങ്കടങ്ങളും അവന്റെ ദുഃഖങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുകയാണ്. അതെങ്ങനെ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടാണ്. ആ സ്വലാത്തുകൾ ചൊല്ലാൻ ഏറ്റവും നല്ലൊരു സമയമാണ്, ഏറ്റവും നല്ല ഒരു ദിവസം കൂടെയാണ് പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ട ഈ സന്തോഷത്തിന്റെ നാളുകൾ എന്ന് പറയുന്ന വ്യാഴാഴ്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ ഈ വ്യാഴാഴ്ചയിൽ അല്ലാഹുവിനോട് ചോദിക്കുവാനും അല്ലാഹുവിനോട് പറയുവാനും അല്ലാഹുവിന്റെ വഴികളിലൂടെ കടന്നു വരുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് സങ്കടത്തിലും ഒരുപാട് വിഷമത്തിലും ഒരുപാട് ദുഃഖത്തിലൊക്കെയാണ്. അല്ലാഹു എല്ലാവരുടെ ദുഃഖങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല ആനുകൂല്യം എന്ന് പറയുന്നത് അത് നല്ലൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ, നല്ല സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ നമ്മൾ തയ്യാറായാൽ അതിനേക്കാൾ സന്തോഷവും അതിനേക്കാൾ ആനന്ദവും ഒന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ കിട്ടാനില്ല. ജീവിതത്തിൽ ദുആ ചെയ്യാനും സങ്കടങ്ങൾ അല്ലാഹുവിലേക്ക് പറയുവാനും ഇത്ര ഒരു നല്ല സമയം മറ്റൊന്നുമില്ല. ഇത്ര ഒരു പോരിഷിയാക്കപ്പെട്ട ഒരു ദിവസം മറ്റൊന്നുമില്ല. ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നിറഞ്ഞു കിട്ടാൻ പോവുകയാണ്. അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരല്ലേ,
അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരല്ലേ. സുബ്ഹാനല്ലാഹ്. അതാ ഒരു മഹദി ഓടി വരികയാണ് ബഗ്ദാദിൽ എന്തിനാണ് കടന്നു വരുന്നത് എന്നറിയോ? പടച്ച റബ്ബേ, വല്ലാത്ത വേവലാതിയിലാണ്, വല്ലാത്ത സന്തോഷത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ബഗ്ദാദിന്റെ മണ്ണിൽ ഓടി വന്നുകൊണ്ട് സങ്കടത്തോടെ, വിഷമത്തോടെ, ദുഃഖത്തോടെ വിടന്ന് പറഞ്ഞു പോവുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട മഹദി അവറുകളെ, എനിക്ക് വല്ലാത്ത സങ്കടമാണ്, എനിക്ക് വല്ലാത്ത ദുഃഖമാണ്, എനിക്ക് വല്ലാത്ത രോഗമാണ്. എന്നാൽ അവിടുന്ന് പരിശുദ്ധമായ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിവസത്തിൽ വ്യാഴാഴ്ചയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, എന്ത് പറ്റിയെന്നും എനിക്കറിയില്ലല്ലോ. എന്റെ ശരീരമാസകലം വേദനിക്കുകയാണ്. മോളെ, നീ പേടിക്കണ്ട, നീ നിന്റെ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പൊക്കോ. ഇന്ന് വ്യാഴാഴ്ച ദിവസമാ. നീ ചെന്നിരുന്നു കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമോ? അങ്ങനെ അതാ പെണ്ണ് പോയിരുന്നു കൊണ്ട് ദുആരക്കുകയാണ്. പെണ്ണ് പോയി ദുആ ചെയ്തു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, എന്റെ ശരീരമാസകലം വല്ലാത്ത സങ്കടത്തിലാണ്, വേദനയില, പനിച്ചു പൊരിയുകയാ. എന്റെ ശരീരം വല്ലാത്ത വേദനയാണ്. മഹദി അവറുകൾ അവിടെ നിന്നൊരു മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉപ്പിന്റെ അളവിൽ മൈലാഞ്ചി ഇടുക, ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് മൈലാഞ്ചിയിട്ട് അലിയിക്കുക, അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഒരു 11 തവണ ഓതുക, ആയത്തുൽ കുർസി ഒരു 11 തവണ ഓതി മന്ത്രിക്കുക. അങ്ങനെ ചെയ്താൽ നിന്റെ പനി നിന്റെ പനി അല്ലാഹു മാറ്റിത്തരുമെന്നാണ്. പനി ബാധിച്ചുവെന്ന്, പനി അവിടന്ന് ബാധിച്ചുവെന്ന് പുരട്ടിക്കൊടുക്കുക. എന്നാൽ അവിടന്ന് അവരുടെ രോഗങ്ങൾ മാറുമെന്ന് ഖാതമു സുലൈമാൻ. പനി പിടിച്ചു വന്ന പെണ്ണിനോട് പറഞ്ഞു, നല്ലതുപോലെ ഉപ്പിന്റെ അളവിൽ മൈലാഞ്ചി ഇടുക, ശേഷം ഉപ്പ് വെള്ളത്തിലിട്ട് മൈലാഞ്ചി ഇട്ട് അലിയിക്കുക, അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും 11 തവണ ഓതുക. എന്നാൽ അവരുടെ പനി പോലത്തെ രോഗങ്ങൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ, നല്ല മനസ്സോടെ, നല്ല സന്തോഷത്തോടുകൂടി ഈ പവിത്രമായ മജ്ലിസിൽ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, അതുകൊണ്ട് ഒരേ ഒരു കാര്യമേ ഇന്ന് പഠിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ഒരു മരുന്നും ഈ ഒരു ദിവസത്തെയും ആരിഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം തരട്ടെ, അർഹമായ സന്തോഷം തരട്ടെ, സ്വർഗത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ്, നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ദുആരക്കണം. അതുകൊണ്ട് നല്ല മനസ്സോടെ എല്ലാവരും ചൊല്ലണേ, സല്ലല്ലാഹു അലാ മുഹമ്മദ്, ചൊല്ലിക്കോ, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, 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 സല്ലല്ലാഹു അലൈഹി
വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് الحمد لله رب العالمين حمدا طيبا جزيلا جميلا مباركا بدوام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചോനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങൾ വന്നോ ഏതെല്ലാം സങ്കടങ്ങൾ വന്നോ ഏതെല്ലാം ദുഃഖങ്ങൾ വന്നോ പടച്ചവനെ അതിനെല്ലാം നീ ഞങ്ങൾക്ക് പരിഹാരം തരണേ നീ ഞങ്ങൾക്ക് പരിഹാരം തരണേ നീ ഞങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാഹുവേ വേദനകളും ദുഃഖങ്ങളും തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ അല്ലാഹുവേ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ പരീക്ഷിക്കല്ല പടച്ചവനെ ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ പടച്ചവനെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണം നീ മാറ്റണം അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ജീവനാ ഞങ്ങളുടെ അരിമ സന്താനങ്ങൾക്കൊരു രോഗം കൊടുത്തുകൊണ്ട് സങ്കടം കൊടുത്തുകൊണ്ട് പ്രയാസം കൊടുത്തുകൊണ്ട് നീ അവരെ പരീക്ഷിക്കല്ല നീ അവരെ സങ്കടത്തിലാക്കല്ല അല്ലാഹുവേ നേരം വെളുത്ത് കടന്നു പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കൾ അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ പിടിപെട്ടി എന്നുള്ളൊരു വാർത്ത കേൾപ്പിച്ചിട്ട് ഞങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തല്ല പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരണേ കടങ്ങൾ തന്ന് പ്രയാസപ്പെടുത്തല്ല ദുഃഖത്തിൽ ആഴ്ത്തല്ല
അല്ലാഹുവേ നിന്റെ പവിത്രമായ ആ പുണ്യഭൂമിയായ കഅബാലയത്തിന്റെ അരികത്തെത്താൻ അവിടെ ചെന്നുകൊണ്ട് സ്വലാത്തും സലാമുകളും അല്ലാഹുവേ അവിടെ ചെന്നുകൊണ്ട് ദുആരക ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാഹ് പടച്ചവനെ വിട പറയുന്നതിന് മുമ്പ് മദീനയുടെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ റൗളയിൽ പോയി കഅബ അല്ലാഹുവേ റൗളയിൽ പോയി ഖബർ ഷരീഫിന്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ദുആയ നീ ഖബൂലാക്കണേ റഹ്മാനെ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.